പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മൾ ഈ മംഗലക്കലുള്ള ഡിവൈൻ മേഴ്സി റിട്രീറ്റ് സെന്ററിൽ അടിസ്ഥാന കത്തോലിക്ക വിശ്വാസം പഠിപ്പിക്കുന്ന വേദപാഠം, സിമ്പിൾ വേദപാഠം പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് എടുത്തത്. എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്? ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുവാൻ, നിത്യജീവന് അവകാശികളാകുക. ഇത് നമ്മൾ അറിയുന്ന ദൈവത്തെ, അറിഞ്ഞ് സ്നേഹിക്കുന്ന ദൈവത്തെ മറ്റുള്ളവരോട് പറയുക. നമ്മൾ അറിയുന്നത് നിത്യജീവന്റെ സത്യമാണ്. അത് ആ നിത്യജീവന്റെ സത്യം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കർമ്മലീത്ത സഭ എല്ലാ വർഷവും കർമ്മല മാതാവിന്റെ തിരുനാള് ജൂലൈ 16 ആഘോഷിക്കുന്നുണ്ട്. ഈ വർഷവും നമ്മൾ വളരെ മനോഹരമായിട്ട് ആഘോഷിക്കാൻ ആഗ്രഹിക്കുക. ജൂലൈ 16 അതൊരു വ്യാഴാഴ്ച ദിവസമാണ്. നമ്മൾ സന്ധ്യക്കാണ് ഇവിടെ നമ്മുടെ ആത്മീയ കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ചെയ്യുക. 6:30 രൂപതയിൽ നിന്ന് മോൻസിഞ്ഞോർ അച്ഛൻ വരാമെന്ന് 100% സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ പിതാവ് കുറച്ച് ദിവസങ്ങൾ ഇല്ലാത്തതിനെ പിതാവിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിതാവിനും കൂടി കാണുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, രൂപതയുടെ ഒരു പ്രതിനിധി വന്ന് മുഖ്യ കാർമ്മികത്വത്തിൽ നമുക്ക് ജൂലൈ 16 കർമ്മല മാതാവിന്റെ തിരുനാൾ നമുക്ക് മഹോത്സവമായിട്ട് നമുക്ക് കൊണ്ടാടാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരും ഇവിടെ മംഗലക്കൽ ഈ DMRCയിൽ വരുന്ന എല്ലാവരും തന്നെ തിരുനാളിൽ വരണമെന്ന് ഞാൻ നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ക്ഷണിക്കുകയാണ്, പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. കാരണം 1247 ആ 13ാമത്തെ നൂറ്റാണ്ടിൽ സഭ ഒരു ആത്മീയമായിട്ടൊക്കെ മന്ദതയിൽ വരുന്ന സമയത്ത് പരിശുദ്ധ കർമ്മല മാതാവ് സൈമൺ സ്റ്റോക്ക് എന്ന് പറയുന്ന പുണ്യവാളന് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അന്ന് ആ കർമ്മലീത്ത സഭയുടെ ജനറൽ അച്ഛനായിരുന്നു. കർമ്മലീത്ത സഭയുടെ അന്നത്തെ ആത്മീയ നേതാവായിരുന്ന സൈമൺ സ്റ്റോക്ക് അച്ഛന് കർമ്മല മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഉത്തരീയം കൊടുത്തിട്ട് പറഞ്ഞ്, ഈ ഉത്തരീയം ഭക്തിയോടെ ധരിച്ച് മരിക്കുന്ന ഒരു വിശ്വാസിയും നരകത്തിൽ പോകത്തില്ല. എന്തൊരു വാഗ്ദാനമാണ് അല്ലെ? നമ്മൾ ഇന്ന് സംസാരിച്ച വിഷയം മുഴുവൻ യോഹന്നാന്റെ സുവിശേഷം എടുത്ത് നിത്യജീവൻ അവകാശികളാക്കാനുള്ള വിഷയത്തെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഈ വർഷത്തെ കർമ്മല മാതാവിന്റെ തിരുനാളും ഈ വചനത്തോട് ചേർന്ന് പോവുകയാണ്. നിത്യജീവന് അവകാശികളാകാൻ കർമ്മല മാതാവ് 13ാമത്തെ നൂറ്റാണ്ടിൽ ലോകത്തിന് നൽകിയ സമ്മാനമാണ് ഉത്തരം. ഇത് ഇന്ന് നമുക്ക് ധരിക്കാവുന്ന രൂപത്തിലാണ് തന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ ധരിക്കുന്നത് ഇതിനെയാണ്. ഈ ഉത്തരീയം എന്ന് നമ്മുടെ കുപ്പായത്തിൽ ധരിക്കുന്ന ഇതിനെയാണ് ഉത്തരീയം എന്ന് പറയുന്നത്. ഇത് സിസ്റ്റർമാരും ധരിക്കാറുണ്ട്. രൂപത്തിലൊക്കെ വ്യത്യാസം വരും. ഇതിന് സ്കാപ്പലർ എന്ന് പറയും, ഉത്തരീയം എന്ന് പറയും. അതിനെ കുറെ കൂടി വെട്ടിച്ചുരുക്കി ഒരു അലങ്കരിച്ചൊക്കെ നമ്മുടെ കഴുത്തിൽ ധരിക്കാവുന്ന അൽമായർക്ക്, ഇങ്ങനെ ഞങ്ങളെപ്പോലെ വ്രതമെടുക്കാത്ത സന്യാസം സ്വീകരിക്കാത്ത നിങ്ങൾക്കൊക്കെ ഉത്തരീയ സഖ്യതയിൽ ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ആദ്യ കുർബാന സ്വീകരണത്തോടുകൂടെ നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് ഈ ഒരു ഉത്തരീയ സഖ്യതയിൽ നിങ്ങൾക്ക് പങ്കുചേരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മള് കുറച്ചു പേർക്കൊക്കെ നമ്മൾ ഉത്തരീയം കൊടുത്ത് ചെറിയൊരു വാഗ്ദാനമൊക്കെ നടത്തി. ഞാൻ അന്നും അറിയിച്ചായിരുന്നു, ഇതൊരു ഒഫീഷ്യൽ അല്ല, ഒരു ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ തരികയാണ്. ക്ഷണനാമത്തിൽ നിങ്ങൾക്ക് നന്ദി. കാരണം പലരും അത് വളരെ അഭിമാനത്തോടുകൂടി ധരിച്ചുകൊണ്ടാണ് നമ്മൾ പോവുക. അപ്പൊ നമ്മൾ ഈ ഒരു സന്ദേശം എല്ലാവരോടും പറയണം. അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഒരു നൊവേന തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ മടക്കിയെടുക്കാം. വളരെ ഒരു കൊച്ചു കാർഡ് പോലെ ഉപയോഗിക്കാവുന്നത്, വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാവുന്ന രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ഈ വർഷം ഇതിനെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഇവിടെ ഉള്ള നവനാൾ ആ പുസ്തകം അവിടെ ഉണ്ട്. നവനാൾ പുസ്തകം ഏകദേശം 12 പേജുള്ള പുസ്തകം നമുക്ക് വേണ്ട. നമുക്ക് ഇത് വളരെ ഒരൊറ്റ പേജിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇത് 9 ദിവസവും നമ്മൾ ഈ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷം നടത്താൻ വേണ്ടി ഈ നവനാട് ചൊല്ലി ഒരുങ്ങണം. മനസ്സിലായോ?
കർമ്മല മാതാവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ കർമ്മല മാതാവ് സൈമൺ സ്റ്റോക്ക് പുണ്യവാന് പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകാൻ നിത്യജീവൻ അവകാശികളാകാൻ ഈ ഒരു സമ്മാനം ഈ ഉത്തരീയം നമുക്ക് തരുമ്പോ അത് നല്ല രീതിയിലൊക്കെ നമുക്ക് യോഗ്യതയോടുകൂടെയൊക്കെ സ്വീകരിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം വരണം. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ വർഷം വളരെ കാര്യമായിട്ട് ഗൗരവമായിട്ട് ഇതൊന്ന് പ്രചരിപ്പിക്കുക. 9 ദിവസം നമ്മൾ നവനാള് ചൊല്ലുക. നവനാളിൽ അവിടെ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാനുള്ളതുകൊണ്ട് വളരെ ലളിതമായ ഭാഷയിൽ തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുക. ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ അറിഞ്ഞു പറയും, ഒരു ത്രിത്വസ്തുതിയും കൂടി ചൊല്ലിക്കഴിയുമ്പോൾ അത് നമ്മുടെ നവനാൾ പൂർത്തിയായി. നമ്മൾ ആരംഭിക്കുന്നത് എന്നായിരിക്കും? 15-ാം തീയതി തീരാൻ വേണ്ടി എന്ന് ആരംഭിക്കണം. ജൂലൈ 7 നമ്മൾ ആരംഭിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജൂലൈ മാസത്തെ DMRCയിലെ സെക്കൻഡ് സാറ്റർഡേ എത്രാം തീയതി ആയിരിക്കും? 11-ാം തീയതി ആയിരിക്കും. അപ്പോ സെക്കൻഡ് സാറ്റർഡേ നമ്മൾ ഇവിടെ വരുമ്പോ എത്ര ദിവസം പിന്നിട്ട് കാണും? നവനാള് 5-ാമത്തെ ദിവസമായി അല്ലെ? സെക്കൻഡ് സാറ്റർഡേ വരുമ്പോ നമുക്കത് വളരെ മനോഹരമായിട്ട് ജൂലൈ 11-ാം തീയതി ചൊല്ലാം. അത് 5-ാമത്തെ ദിവസമാണ്. പക്ഷെ നമ്മൾ 7-ാം തീയതി തന്നെ ആരംഭിക്കണം. ഇനി നമുക്ക് 4-ാം തീയതി ഇവിടെ കൂട്ടായ്മയുണ്ട്. അന്നത്തെ ദിവസവും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്. ഇത് നമ്മളൊരു ചെറിയ കൂട്ടായ്മയാണ്. ഈ ഒരു സന്ദേശം തന്നെ നമ്മൾ യൂട്യൂബിലൂടെ നമ്മളത് വിടും. അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഉടനെ തന്നെ ഒരു 5 പേർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം ആരെങ്കിലും സ്വർഗത്തിൽ നമ്മളുടെ ഒരു പ്രചരണം വഴി, നമ്മുടെ ഒരു വാക്ക് വഴി ഈ ഭക്തി പ്രചരിപ്പിക്കുന്നത്, ഒരു ആത്മാവ് സ്വർഗത്തിൽ പോയാൽ അതിന്റെ പ്രതിഫലം ദൈവം നമുക്ക് തരും. വിശ്വസിക്കുന്നുണ്ടോ? എത്രയോ ആളുകള് പാപത്തിലും തലക്കദോഷത്തിലും വിട്ട് നിത്യനാശത്തിൽ പോകുമ്പോ കുറച്ചു പേരെങ്കിലും, ഒരു ആത്മാവിനെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞ് ഒരാള് നല്ല കുമ്പസാരമൊക്കെ നടത്തി പാപജീവിതമൊക്കെ ഉപേക്ഷിച്ച് ഭക്തിയോട് മരിക്കുന്നത് വരെ ഈ ഉത്തരീയം ധരിച്ച് ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് ആ വ്യക്തി മരിച്ചാൽ ആ വ്യക്തി നരകത്തിൽ പോകുന്നില്ല. കാരണം മാതാവ് കൊടുത്ത ഒരേ ഒരു വ്യവസ്ഥയുള്ളൂ, ഭക്തിയോടുകൂടി ധരിച്ച് ഇത് നിങ്ങൾ മരിക്കുക. ആ ഭക്തിയോട് ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ധരിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനും പാപജീവിതവും തുടരുന്നില്ല. ആ മേഖലകളിൽ നമുക്ക് വീഴ്ചകൾ വന്നാൽ തന്നെയും ആ ഭക്തി വരുന്നത് കൊണ്ട്, ഭക്തിയെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പഠിച്ചതാണ് നമ്മൾ, അല്ലെ? ദൈവഭക്തി എന്ന് പറയുന്ന തിന്മയെ വെറുക്കലാണ്. അഹംഭാവം, അല്ലെ? ഗർവ്, ദുർവചനം, ദുർനടപ്പ്, 4 കാര്യങ്ങള് ഭക്തരായ മനുഷ്യര് ഉപേക്ഷിക്കും. ഭക്തിയോട് ധരിക്കുക. ദുർനടപ്പും ദുർവചനങ്ങളും അഹംഭാവം ഗർവൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് ഭക്തി വരും. അങ്ങനെ ഭക്തിയോട് ധരിക്കുന്നവർ ഒരിക്കലും നരകത്തിൽ പോകത്തില്ല എന്നുള്ള അമ്മമാതാവിന്റെ, കർമ്മല മാതാവിന്റെ 13-ാമത്തെ നൂറ്റാണ്ടിലെ ഈ ഒരു സന്ദേശമാണ് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ, അതാ നമ്മൾ 8 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും നമ്മൾ ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ലോകത്തിന് കൊടുക്കുന്ന അതിന്റെ ഒരു സമ്മാനം, ക്രെഡിറ്റ് ദൈവം നമുക്ക് തരും. നമുക്ക് ദൈവം നിത്യജീവൻ തരുമ്പോ ഇതും കൂടി ദൈവം പരിഗണിക്കുമെന്ന് വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പൊ 7-ാം തീയതി നമ്മുടെ ആദ്യത്തെ നവനാൾ ദിവസമായിട്ട് തുടങ്ങി 15-ാം തീയതി നമ്മൾ അത് സമാപിപ്പിക്കും. ഈ 9 ദിവസവും നമ്മൾ യൂട്യൂബിലൂടെ ഈ നവനാള് നമ്മൾ നടത്തുന്നത്, പല സ്ഥലങ്ങളിലായി നടത്തുന്നത് നമ്മൾ അത് വിട്ടുതരും. ഉദാഹരണത്തിന് 15-ാം തീയതി നമ്മൾ ഈ നവനാളും കുർബാന അർപ്പിക്കാൻ പോകുന്നത് കൊച്ചിയിൽ നിന്ന്, കൊച്ചി രൂപതയിലെ ഒരു പള്ളിയിൽ നിന്നായിരിക്കും നമ്മൾ ഇത് ലൈവായിട്ട് വിടുക. മറ്റു ദിവസങ്ങളൊക്കെ നമ്മളുടെ പങ്കാളിത്തം അനുസരിച്ചും നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്, നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവിടങ്ങളിൽ വന്ന് നമുക്ക് ഈ 9 ദിവസത്തെയും നവനാളും കുർബാനയും ഒക്കെ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. നമുക്കിപ്പോ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ 9 ദിവസങ്ങളിലെ നൊവേനയിലെ ആളുകളുടെ നിയോഗങ്ങൾ നിങ്ങൾ ഇവിടെ എത്തിക്കുക. നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമ്പർ തരുന്നുണ്ട്. എൻ്റെ നമ്പറും തരും, ഇവിടുത്തെ പ്രേക്ഷകരുടെ നമ്പറും കൂടി വിട്ടുതരും. അവരോട് പറയുക, വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴോ 9 ദിവസത്തിലെ നിയോഗങ്ങൾ തരിക. ഇപ്പോൾ ഒരു 3 നിയോഗങ്ങൾ ഒരു കുടുംബം തരികയാണെങ്കിൽ നമ്മൾ ആ 3 നിയോഗങ്ങളും 9 ദിവസത്തെ
നവനാളിലും കുർബാനയിലും നമ്മൾ സമർപ്പിക്കും. ഹല്ലേലൂയ. ഇതൊരു ആശ്വാസമാണ്. അവരുടെ ചിലപ്പോൾ രോഗാവസ്ഥ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി 9 കുർബാന അവർക്ക് കിട്ടും. 9 ദിവസത്തെ നവനാളിലും ആ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു കുർബാനയുടെ തുക മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതി. 9 കുർബാനയ്ക്ക് നമ്മൾ ആ ഒരൊറ്റ തുകയായി നമ്മൾ സ്വീകരിച്ചിട്ട് 9 ദിവസം കുർബാനയിൽ അവരെ നമ്മൾ സമർപ്പിക്കുക. അപ്പൊ ഇതൊരു സൗഭാഗ്യമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ പറയുക, അപ്പൊ ഒരാള് ഒരു 3 നിയോഗം തരുന്നു. ചിലപ്പോൾ രോഗമായിരിക്കാം, സൗഖ്യമായിരിക്കാം, ചിലപ്പോൾ വിടുതലായിരിക്കാം, ചിലപ്പോൾ ഒരു വിവാഹ തടസ്സത്തിന്റെ മേഖല ആയിരിക്കാം. എന്തായിക്കൊള്ളട്ടെ, ഒരു 3 നിയോഗങ്ങൾ മതി. കൂടുതലായാലും കുഴപ്പമില്ല. പക്ഷെ കൂടുതലായ പിന്നെ നമുക്കത് വായിക്കാനും സമർപ്പിക്കാനൊക്കെ കുറെ സമയമെടുക്കും. 3-ൽ ഒതുക്കുന്നതായിരിക്കും, നിജപ്പെടുത്തുന്നതായിരിക്കും കുറെ കൂടി നല്ലതെന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഒരു വെളിപ്പെടുത്തൽ. 3 നിയോഗങ്ങൾ വാങ്ങിക്കുക. എന്നിട്ട് ഒരു ഒറ്റ നിയോഗം കുർബാനയായിട്ട് 200 രൂപ നമ്മൾക്കത് വാങ്ങിച്ച് നമുക്ക് അർപ്പിക്കാം. എന്നിട്ട് ആ തുകയെല്ലാം കൂടെയാണ് നമ്മൾ കർമ്മല മാതാവിന്റെ തിരുനാൾ ദിവസം നമ്മുടെ സ്നേഹ എന്താ പറയണ്ടത്, നമുക്ക് എന്തെങ്കിലും ആഹാരമൊക്കെ ഒരുമിച്ച് കഴിക്കാനും ഒരു സ്നേഹ വിരുന്ന്, ആ തുകയെല്ലാം കൂടി കൂട്ടി പിന്നെ നമുക്കിവിടെ നല്ല പുഷ്പങ്ങളൊക്കെ അലങ്കരിച്ച് കുറച്ച് കുത്തരിയോഗ സൗജന്യമായിട്ട് കൊടുത്ത് നമ്മുടെ ശുശ്രൂഷ നമുക്ക് അത് ചെയ്യാം. പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും മിച്ചം കൂടി വരികയാണെങ്കിൽ അതുകൂടെ പറയുകയാണ്. നമ്മൾ ഒരു കുടുംബത്തിന് 1 ലക്ഷം രൂപ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് പേരൊക്കെ പോയി കണ്ട് 1 ലക്ഷം രൂപ നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. ജൂലൈ 16 ഈ അൾത്താരയിൽ വെച്ച് നമ്മൾ കൊടുക്കും, ആ കുടുംബത്തിന് കൊടുക്കും. അപ്പോൾ ഈ കുർബാനയിൽ നിന്ന് കിട്ടുന്ന നിയോഗങ്ങളും കൂടെ അതിലെന്തെങ്കിലും മിച്ചം നമ്മുടെ ആഹാരമൊക്കെ നമ്മൾ സ്നേഹവിരുന്നിന് വേണ്ടി ഉപയോഗിച്ച് എന്തെങ്കിലും മിച്ചം കൂടെ ഉണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന് കൂടി കൊടുക്കും. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ ഒന്ന് സാക്ഷികളായി വരുന്നതും മറ്റുള്ളവരെ ഒന്ന് പങ്കെടുപ്പിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. എല്ലാ പ്രേക്ഷിതരോടും പറയുക, എത്ര പേര് വരുമെന്ന് നമ്മുടെ അപർണയെയോ എന്നെയോ അല്ലെങ്കിൽ നമ്മുടെ ഷേലി ടീച്ചറിനെയോ രവികുമാർ സാറിനെയോ ഒക്കെ ഒന്ന് അറിയിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് ആളുകളുടെ പങ്കാളിത്തം ഇത്രയെന്ന് നമ്മൾ ക്രമപ്പെടുത്തി നമുക്ക് അവർ ആഹാരം കൂടി ഒന്ന് കരുതാം. ഇതാണ് കർമ്മല മാതാവിന്റെ തിരുനാളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നല്ലൊരു അനുഭവം. എൻ്റെ ജീവിതത്തിൽ ഇതൊരു വലിയൊരു അനുഭവം എനിക്ക് തരും. എന്നെ ദൈവം ഈ 3 ദിവസം ഈ ശുശ്രൂഷ നയിക്കുന്നത് വഴി എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടെ അതിലേക്ക് പങ്കുചേരാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കർമ്മല മാതാവിനോട് ചേർന്ന് നമുക്ക് നന്മ നിറഞ്ഞ മറിയം ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി.